ഹായ് ഹലോ. അപ്പോൾ ഇത് കണവ മീൻ കിട്ടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇടയ്ക്ക് തോരൻ വയ്ക്കും, കറി വയ്ക്കും, അതാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കണവയെ ഫ്രൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, ഇന്ന് വേറൊരു രീതിയിൽ ചെയ്തു. കണവയെ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തപ്പോൾ നല്ല വെന്തു കേട്ടോ. ഇഡ്ഡലി കുട്ടത്തിൽ വെച്ച് വേവിച്ചെടുത്ത് നല്ല വെന്ത്. അപ്പോൾ അതിന് ശേഷം മസാല കൂട്ടൊക്കെ ഇടാമെന്നും പറഞ്ഞ് ഞാൻ എടുത്തൊരു പാത്രത്തിലേക്ക് ആക്കി. അത് കഴിഞ്ഞ് ഞാൻ ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്തു. പിന്നെ കുറച്ച് ഗരം മസാല പൊടി ചേർത്തു. അപ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചേട്ടാ. എന്നിട്ട് ഗരം മസാല ലാസ്റ്റാണ് ഇട്ടത്. അപ്പോൾ ഗരം മസാല ഇട്ട് പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലോട്ടൊന്ന് വെച്ചു. അപ്പോൾ ഒരുപാട് കരിച്ച് നമ്മൾ എടുക്കേണ്ട. ആവിയിൽ വെച്ചപ്പോൾ തന്നെ ഏകദേശം നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പിന്നെ അത് വെന്തപ്പോൾ ഒരു പാത്രത്തിലോട്ട് എടുത്ത് കേട്ടോ. കണവ നല്ല വേവണം. ചിലപ്പോൾ നമ്മൾ ചില കുക്കറിലിട്ട് വെക്കും. പിന്നെ ഇതൊന്ന് ആവിയിൽ ചെയ്ത് നോക്കിയാണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് എടുത്ത് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.